എസ്ര 10-ാം അധ്യായം മിസ്രവിവാഹം അവസാനിപ്പിക്കുന്നു. എസ്ര ദേവാലയത്തിൽ നിലത്ത് വീണുകിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവേദയോടെ വിലപിച്ചു. ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഷക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രയേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവം ചെയ്യുക. അപ്പോൾ എസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശബ്ദം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രയേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്ര ദേവാലയത്തിനു മുൻപിൽ നിന്ന് പിൻവാങ്ങി എലിയാഷിമിൻ്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറൂസലേമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികളെല്ലാവരും ജെറൂസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവന്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദ ബെഞ്ചമിൻ ഗോത്രജർ ജെറൂസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച് അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രയേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്. ഇത് പേമാരിയുടെ കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസഹേലിൻ്റെ മകൻ ജോനാഥനും തിക്വായുടെ മകൻ യഹീസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവ്യനായ ശബത്തിയായും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിതപുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യെശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സെബദിയ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ. പഷ്ഹൂറിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായി, മാസേയ, ഇസ്മായേൽ, നെതനേൽ, യോസാബാദ്, ഏലാസ. ലേവ്യരിൽ യോസാബാദ്, ഷിമെയി, കെലായ, അതായത് കെലീത്ത, പെതാഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽ കാവൽക്കാരിൽ ഷല്ലൂം, തെലേം, ഉറി. ജനത്തിൽ പറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിൻ്റെ പുത്രന്മാരിൽ മതാനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെറേമോത്ത്, ഏലിയ. സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായി, എലിയാഷിബ്, മതാനിയ, യെറേമോത്ത്, സാദാബ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹനാൻ, ഹനാനിയ, സബായി, അത്ലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷൂബ്, ഷെയാൽ, യെറേമോത്ത്. പഹത് മോവാബിൻ്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മസേയ, മത്താനിയ, ബസാലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷീമയോൻ,
ബഞ്ചമിൻ, മല്ലൂക്ക്, ഷമാറിയ. ഹാഷുമിന്റെ പുത്രന്മാരിൽ മത്തനായി, മത്താത്ത, സാബാത്ത്, എലിഫലത്ത്, യറേമായി, മനാസെ, ഷിമേയി. ബാനിയുടെ പുത്രന്മാരിൽ മാദായി, അമ്രാം, യുവേൽ. ബനായ, ബദേയ, കെലുഹി. വാനിയ, മെറേമോത്ത്, എലിയാഷിബ്. മത്താനിയ, മത്തേനായി, യാസു. ബിന്നൂയുടെ പുത്രന്മാരിൽ ഷിമേയി, ഷെലമിയ, നാഥാൻ, അദായ, മക്ന, ദേബായി, ഷാഷായി, ഷാറായി, അസറേൽ. ഷെലമിയ, ഷമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തീത്തിയ, സാബാദ്, സെബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.